നമ്മളിപ്പോൾ ഒരു പുതിയ വീട് പണിയുമ്പോൾ ഏറ്റവും വെല്ലുവിളി നേരിടുന്നൊരു പ്രശ്നമാണ് ഭിത്തികളിലുണ്ടാകുന്ന വിള്ളൽ അഥവാ ക്രാക്ക്. നമ്മൾ നനകുറവ് കൊണ്ടോ അതല്ലെങ്കിൽ തേപ്പിൻ്റെ പോരായ്മ കൊണ്ടോ സിമൻറ്റിൻ്റെ പോരായ്മ കൊണ്ടോ സംഭവിക്കുന്ന നല്ലത്. കാരണം അത് എംസാൻഡ് ഉപയോഗിച്ച് കെട്ടിടം നിർമ്മിക്കുമ്പോഴുള്ള പ്രശ്നമാണ്. ഒരു 10 കൊല്ലം മുമ്പ് വരെ ഈ പ്രശ്നങ്ങളൊന്നും വളരെ കുറവായിരുന്നു. അന്നൊക്കെ വീടിന് നല്ല ഉറപ്പും ഇതേമാതിരി ക്രാക്കും മറ്റും ഉണ്ടായിരുന്നില്ല. എന്നാൽ ഇപ്പോൾ മിക്ക വീടുകളിലും ഇത്തരം പ്രശ്നങ്ങളുണ്ട്. കുഴമണൽ ഉപയോഗിച്ച് നിർമ്മിച്ച കെട്ടിടങ്ങളിൽ ഇത്തരം പ്രശ്നങ്ങൾ കാണുന്നില്ല. അതിന് പരിഹാരമായി നമ്മൾ ചെയ്യേണ്ടത് ഇത്തരം ക്രാക്കുകൾ നന്നായിട്ട് തെളിച്ചു കൊടുക്കുക. അതിനുശേഷം പൊടിയൊക്കെ തുടച്ച് കളഞ്ഞ് ഡോക്ടർ ഫിക്സിറ്റിൻ്റെ വളരെ വെയ്റ്റ്ലെസ് ആയിട്ടുള്ളൊരു മെറ്റീരിയലാണ്. അപ്ലൈ ചെയ്യാനും വളരെ എളുപ്പമാണ്. അപ്പോൾ ഈ മെറ്റീരിയൽ നമ്മൾ അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ്. മെറ്റീരിയൽ അപ്ലൈ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ അതിൻ്റെ ഡ്രൈ ആയതിനു ശേഷം നമ്മൾ അതിൻ്റെ മുകളിൽ കൂടി പുട്ടി അപ്ലൈ ചെയ്യണം. ഇത് വളരെ എലാസ്റ്റിക് സ്വഭാവമുള്ളൊരു മെറ്റീരിയലാണ്. പിന്നീട് ആ ഭാഗത്ത് വിള്ളൽ ഉണ്ടാകാൻ വളരെ സാധ്യത കുറവാണ്. നല്ലൊരു മെറ്റീരിയലാണ്. നമ്മൾ സ്ഥിരമായിട്ട് ഈ മെറ്റീരിയലാണ് നമ്മൾ കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത്. മിക്ക വീടുകളിലും ഇത്തരം പ്രശ്നങ്ങളുണ്ട്. പുതിയ വീടുകൾ പണിയുന്നിടത്ത് ധാരാളം ഇങ്ങനെ ചെറിയ ചെറിയ ക്രാക്കുകളുണ്ട്. ആ ക്രാക്കുകൾ നമ്മൾ നന്നായിട്ട് ക്ലീൻ ചെയ്ത് അതൊന്ന് വലുതാക്കിയതിന് ശേഷം മാത്രമേ അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. അതിനുശേഷം പുട്ടിയിട്ട് നമ്മൾ പേപ്പർ പിടിച്ച് പ്രൈമർ അടിച്ചതിന് ശേഷം മാത്രം എമഷൻ അടിക്കുക. അല്ലെങ്കിൽ അത് ആ അപ്ലൈ ചെയ്ത ഭാഗത്ത് എമഷൻ അടിച്ചു കഴിഞ്ഞാൽ കവറിങ് ഉണ്ടാവില്ല. അത് തെളിഞ്ഞ് തന്നെ പിന്നീട് നിൽക്കും. പ്രൈമർ നമ്മൾ അപ്ലൈ ചെയ്യാൻ മറക്കരുത്.